ഇന്ന് സ്റ്റാർ ജാമില് ഞാൻ 1-2 ചോദ്യങ്ങളല്ല ചോദിക്കുക, 101 ചോദ്യങ്ങളാ ചോദിക്കുക. കൃത്യം 101 ചോദ്യങ്ങൾ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് 101 ചോദ്യങ്ങൾ എന്നുള്ളൊരു ചെറിയ സിനിമയിലൂടെ ഒരു വലിയ അവാർഡ് സ്വന്തമാക്കിയ ഡയറക്ടറാണ്. ഹീസ് എൻ ആക്ടർ, ഹീസ് എ ഡയറക്ടർ ആൻഡ് ഹി ഈസ്. എന്റെ പേര് സിദ്ധാർത്ഥ ശിവ. ഞാനിരിക്കുന്ന ക്ലബ് എഫ്എമ്മിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർജെ ഷാന്റെ കൂടെയാണ്. ഓൺ സ്റ്റാർ ജാം. വെൽക്കം ടു മൈ ഷോ. താങ്ക് യു. സോ എന്ത് പറയുന്നു, നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ, ലൈഫ് കുറെയൊക്കെ ചേഞ്ച് ആയോ? ഷാനെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ വിളിക്കാൻ തുടങ്ങി. ഹലോ, അതാണൊരു മാറ്റം. ഡയറക്ടർ ആവുന്നതിന് മുമ്പും പിൻപും ഞാൻ ചോദിക്കാനില്ല. നാഷണൽ അവാർഡ് കിട്ടുന്നതിന് മുൻപും പിൻപും എന്തായിരുന്നു സിദ്ധാർത്ഥ ശിവ? നാഷണൽ അവാർഡ് കിട്ടുന്നതിന് മുമ്പും പിൻപും സിദ്ധാർത്ഥ ശിവ തന്നെയായിരുന്നു. ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടുന്നു. ഞാനൊരു ഡയറക്ടർ അല്ലെങ്കിൽ ഞാൻ ഫിലിം ഡയറക്ട് ചെയ്തു എന്ന് ഞാൻ അധികം പേരോട് പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു സർപ്രൈസ് ഷോക്കായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റി. പുളിപ്പോട് നോക്കിയ ആൾക്കാരെ പിന്നീട് മധുരത്തോട് നോക്കിയോ? ഞാനിങ്ങനെ ഡയറക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോ അറിയാവുന്ന പണി ചെയ്താൽ പോരെ എന്ന് ചോദിച്ച ആളുകളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് അവർ വിളിച്ചില്ല. പക്ഷേ എങ്കിലും അത് മുണ്ടും മടക്കി കുത്തി ഓടി. നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം സിദ്ധാർത്ഥ ശിവ ഏറ്റവും കൂടുതൽ, എനിക്ക് പേര് ഭയങ്കര നീളം തോന്നുന്നു, സിദ്ധു എന്ന് വിളിക്കട്ടെ? ധൈര്യമായിട്ട് വിളിച്ചു. സോ നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം സിദ്ധു ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം എന്താ? എന്ത് തോന്നുന്നു. ആ ചോദ്യം കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? ആ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം സന്തോഷം തോന്നി, ഇപ്പോഴും സന്തോഷം തോന്നുന്നു. സന്തോഷം എന്ന് പറയും. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഉത്തരവ് അത് തന്നെയാണ്, സന്തോഷം. ആൻഡ് അതിനുശേഷം ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം എന്താ? ഈ സിനിമ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുണ്ട്, അടുത്ത സിനിമ എന്താണെന്ന് ചോദിച്ചവരുണ്ട്. ഇത് രണ്ടുമാണ് ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ചോദ്യങ്ങൾ. 101 ചോദ്യങ്ങൾ എപ്പോ കാണാം? 101 ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ കാണാൻ പറ്റും. അതിന്റെ തിയേറ്ററിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കും എന്ത് തോന്നുന്നു എന്ന് കണ്ടിട്ട്. അപ്പൊ എല്ലാരും കാണണം. പടം റിലീസ് ചെയ്യാൻ കഷ്ടപ്പെട്ടിരുന്നു, അവാർഡ് കിട്ടിയപ്പോൾ കുറച്ചുകൂടി എളുപ്പമായോ? നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കാര്യം അവാർഡ് കിട്ടുന്നതിന് മുമ്പ് പടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ വന്നിരുന്നു. പക്ഷെ അവാർഡ് കിട്ടിയപ്പോഴത്തേക്കോ ഇതൊരു അവാർഡ് പടമാണോ എന്ന് ചോദിച്ചിട്ട് പലരും. ചുരുക്കി പറഞ്ഞ നാഷണൽ അവാർഡ് കിട്ടിയതുകൊണ്ട് പടം ഇറക്കാൻ ബുദ്ധിമുട്ടാണ്. പടം ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും നമ്മൾ സജീവമായിട്ട് അതിൽ നിൽക്കുന്നു. ഈ പടം പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം ഇത് വേണമായിരുന്നോ? അപ്പൊ എന്തായിരുന്നു സിദ്ധാർത്ഥന്റെ ഉത്തരം? എന്തായിരുന്നു? വെയിറ്റ് ആൻഡ് സീ. വെൽ യു വെയിറ്റ് ആൻഡ് സീ. ഇന്നത്തെ ഷോയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകണേ എന്നുള്ളത് ഇന്ന് സിദ്ധാർത്ഥ ശിവയുടെ കൂടെ സിദ്ധുവിന്റെ കൂടെ 101 ചോദ്യങ്ങളാണ് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ ടൺ കണക്കിന് ഫൺ. 101 ചോദ്യങ്ങൾ 10 രൂപ കിട്ടുന്ന ഈ പുസ്തകം വിൽക്കപ്പെടുന്നത് ക്ലബ് എഫ്എമ്മിൽ സ്റ്റാർ ജാമിൽ. എന്റെ കൂടെ ഉള്ളത് ആ പുസ്തകത്തിന്റെ സൂത്രധാരൻ ആൻഡ് ഹി ഈസ് സിദ്ധാർത്ഥ ശിവ. ക്ലബ് എഫ്എമ്മിൽ ഷാനോടൊപ്പം. പിന്നെ ബസ് സ്റ്റാൻഡില് 101 ചോദ്യങ്ങളുള്ള പുസ്തകം മേടിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ബസ് സ്റ്റാൻഡിലും അതുപോലെ ട്രെയിനിലും ഒക്കെ ഒരുപാട് ഇതുപോലെ ബുക്കുകൾ വാങ്ങിക്കാറുണ്ട്. ഞാൻ ട്രെയിനിൽ സാറിനെ കാണുന്ന ഒരാളുണ്ട്. പുള്ളി ഒന്നും വേണ്ടില്ല, കുറെ പുസ്തകം എടുത്ത് മടി വെച്ചിട്ട് പുള്ളി അങ്ങ് പോകും. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് അത് തിരിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ആ സൈലൻസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം ഇത് ഇന്നും പറയാനില്ല, നിനക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുള്ള രീതിയിലാണ് പുള്ളി കൊണ്ടുതരുന്നത്. പിന്നെ 101 ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു മൂവി എടുത്തു, നാഷണൽ അവാർഡ് കിട്ടി. ആൻഡ് ആക്ച്വലി ആ മൂവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. ഷാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രെയിനിലൊക്കെ 101 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ മറ്റേ ഈ കണക്കിലെ കളികൾ, ദുപ്പുവിന്റെ തമാശകൾ, ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതുന്ന ഒരു അധ്യാപകനും. ദുപ്പുവിന്റെ തമാശകൾ, അതെ, അങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുതുന്ന ഒരു അധ്യാപകനാണ് ഇതിനകത്ത് മുകുന്ദൻ എന്ന് പറഞ്ഞ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ അസൈൻമെന്റ് ആണ് 101 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എന്ന് പറഞ്ഞ 10 രൂപയുടെ ഒരു പുസ്തകം. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എപ്പോഴും സംശയാലുവായ ഒരു കുട്ടിയുണ്ട്. ഈ അനിൽകുമാറിന് അദ്ദേഹം ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണ്, നീ 101 ചോദ്യങ്ങൾ തേടിക്കൊണ്ടുവരൂ, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ട, 101 ചോദ്യങ്ങൾ മാത്രം മതി, അതിൽ ഒരു ചോദ്യത്തിന് 1 രൂപ വെച്ച് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ 101 ചോദ്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ അനിൽകുമാറിനെ ഏൽപ്പിക്കുന്നതും അനിൽകുമാർ ഈ 101 ചോദ്യങ്ങൾ തേടി പോകുന്നതൊക്കെയാണ് സിനിമയുടെ. വെരി ഇൻട്രസ്റ്റിംഗ്. ആക്ച്വലി ഇങ്ങനെ ചോദ്യം, അതായത് PSC പാസ്സാവാനുള്ള 10 വഴികൾ, നമുക്കറിയാത്ത 101 ചോദ്യങ്ങൾ, ഇത്തരം പുസ്തകങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരുടെ കഥ അറിയോ? അതായത് എഴുതുന്ന ആൾക്കാർ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയോണ്ടാണ്. കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മിക്കവാറും പുസ്തകങ്ങൾ, ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഉല്ലല ബാബു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഉല്ലല ബാബു എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് മിക്കവാറും പുസ്തകങ്ങളൊക്കെ എഴുതുന്നത്. 101 ചോദ്യങ്ങൾ എന്നുള്ള സിനിമ എടുത്തതിന് ശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം എന്താ? ഇപ്പൊ ഇനി അടുത്ത പടത്തെ പറ്റിയാണ് എല്ലാവരും ചോദിക്കുന്നത്. 102ാമത്തെ ചോദ്യം. എന്ത് ഉത്തരവ് കൊടുത്ത്? 101 ഒരു 96 ചോദ്യം ഞാൻ മൈനസ് ചെയ്തിട്ട് ഞാനൊരു ഉത്തരം കൊടുത്തു, 5. എന്റെ പുതിയ പടത്തിന്റെ പേര് 5 എന്നാണ്. അതിൽ ഇന്ദ്രജിത്ത് തന്നെയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ആൻഡ് അതിലൊരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസിനെ കുറിച്ചാണ് ഇനി ഞാൻ ചോദിക്കാൻ പോണേ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ടൺ കണക്കിന് ഫൺ.
ഡയറക്ടർ സിദ്ധാർത്ഥ ശിവ, TV ആക്ടർ, ഫിലിം ആക്ടർ, ഫിലിം ഡയറക്ടർ. വെൽക്കം ബാക്ക്. താങ്ക് യു. ബയോഡാറ്റ പറഞ്ഞ് ഷോ തീരുമല്ലോ. അതെ അതെ. എന്താണ് വാട്ട് ആർ യു? സിദ്ധാർത്ഥ ശിവയുടെ ബയോഡാറ്റ ഒന്ന് പറയൂ കേക്കട്ടെ. പേര് സിദ്ധാർത്ഥ ശിവ, പ്രായം ഏജ് 27, വിദ്യാഭ്യാസ യോഗ്യത സെക്സ് ഇല്ല പലപ്പോഴും സെക്സ് മെയിൽ. പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാനിപ്പോ MPhil കഴിഞ്ഞു, പ്രിപ്പയറിംഗ് ഫോർ PhD. ഈശ്വര ഡോക്ടറാ? അങ്ങനല്ല, ഒരു ശ്രമം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ആണ്, കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. വൈഫിന്റെ നെയിം ആൻ മേരി എബ്രഹാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് ഇപ്പോഴും നാഷണൽ അവാർഡ് വിന്നർ ആയതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. സിനിമ സ്റ്റേറ്റസ് ആക്റ്റീവ് ഇൻ ഡയറക്ഷൻ ആൻഡ് റൈറ്റിംഗ് ആൻഡ് പാസീവ് ആയിട്ട് ഞാൻ ആക്ടിങ് കൊണ്ടുവന്നു. 2008 ഞാൻ ആദ്യം ഫിലിമിൽ വന്ന, പക്ഷെ ഈ ഒരു 5 വർഷം കഴിഞ്ഞിട്ടും സ്റ്റിൽ ഞാനൊരു 10, 15, 20 സിനിമ കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചാൻസിനേക്കാൾ കൂടുതൽ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ഈ വലിപ്പം കാരണമാണല്ലോ നിറഞ്ഞു നിൽക്കണ പോലെ. അതെ തോന്നുന്നത്. അത് പറഞ്ഞാൽ ദർ ഇസ് ഓൺലി സ്മോൾ ആക്ടേഴ്സ് നോട്ട് സ്മോൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പം ഒരു സ്മോൾ ആക്ടർ അല്ലാത്തോണ്ടായിരിക്കും. വെൽ, സ്മോൾ ആക്ടറിന്റെ അടുത്ത് എന്റെ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഐ ഹേർഡ് ദാറ്റ് നാനാ പടേക്കറിനെ സിദ്ധാർത്ഥ ശിവ അഭിനയിപ്പിക്കാൻ പോവാണ് മലയാളത്തിൽ. ഇസ് ദാറ്റ് ട്രൂ? ഐ എം ട്രൈയിങ്. അത് ഒരു ഫിക്സ്ഡ് ആയിട്ടില്ല. ഇപ്പൊ എല്ലാവരോടും ഒരുപാട് പറയാറായിട്ടില്ല, എങ്കിലും ഐ എം ട്രൈയിങ്. കാര്യം നാനാ പടേക്കറുമായിട്ട് മീൻസ് അദ്ദേഹത്തിന്റെ മാനേജറുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ പടേക്കർ ചേട്ടനെ? കണ്ടോ? ഇല്ല, പടേക്കർ ചേട്ടനെ ഇങ്ങനെ കാണാനായിട്ടുള്ള ശ്രമത്തിലാണ്. എങ്ങനെയാണ് ഒരു ഹിന്ദി ആക്ടറിനെ മലയാളത്തേക്ക് പിന്നെ റോപ്പിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ? കഷ്ടമാണോ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട്? കുറച്ച് കഷ്ടമാണ്. കഷ്ടം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ അപ്രോച്ച് ചെയ്ത ഒരുപാട് ബ്രിഡ്ജസ് എനിക്ക് വേണ്ടി വന്നു അതിലേക്ക് എത്താനായിട്ട്. നാനാ പടേക്കർ എന്നുള്ള ഒരു മനുഷ്യൻ തോന്നുന്നുണ്ടോ സിദ്ധാർത്ഥ ശിവ ഏതൊരു പയ്യൻ കേരളത്തിൽ പോയി അഭിനയിക്കാൻ വിളിച്ചാ വരുന്നത്? മാർച്ച് 18 മുമ്പ് വരെ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മാർച്ച് 18 ശേഷം ഒരു അവാർഡ് വിന്നർ എന്നുള്ള രീതിയിൽ എനിക്കത് യൂസ് ചെയ്ത് എങ്ങനെങ്കിലും, സാറേ ഞാൻ നാഷണൽ അവാർഡ് വിന്നർ ആണ്, എങ്ങനെങ്കിലും സാറിന്റെ ഒരു കിട്ടുകയാണെങ്കിൽ സൂപ്പർ. ആൻഡ് ടെൽ മീ അബൌട്ട് 5. എന്താണ് അപ്പൊ നാനാ പടേക്കർ? എന്താണ് അതിൽ? അത് എനിക്ക് തോന്നുന്നു മറ്റൊരു സ്റ്റാർ ജാമിൽ ഷാനുമായിട്ട് സംസാരിക്കാനുള്ളൊരു വിഷയമാണത്. ഫാന്റാസ്റ്റിക്. ദാറ്റ്സ് പിന്നെ സിദ്ധാർത്ഥ ശിവ സിദ്ധു ഓൺ ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ. ഇന്ന് സ്റ്റാർ ജാമിൽ 101 ചോദ്യങ്ങളാണ്. ഇനി ചോദ്യങ്ങളുടെ ശരം തൊടുക്കാൻ പോവാണ് ഞാൻ. ഓക്കെ. ചോദ്യങ്ങളുടെ ഒരു AK-47 ഗണ്ണുമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. ഞാനൊരു പടച്ചട്ടയുമായിട്ട് ഇവിടെ നിൽക്കാം. എന്റെ കൂടെ ഉണ്ട് സിദ്ധാർത്ഥ ശിവ, ഡയറക്ടർ ഓഫ് 101 ചോദ്യങ്ങൾ. നാഷണൽ അവാർഡ് വിന്നിംഗ് മൂവി, നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടർ. ആർ യു റെഡി? യെസ്. ചോദ്യങ്ങൾ മാത്രം വെച്ചുള്ള ചോദ്യങ്ങളാണ്. ശരി. ചോദ്യം നമ്പർ 1. കുട്ടിക്കാലത്ത് സിദ്ധാർത്ഥ ശിവ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന ചോദ്യം? ഭൂമിയിൽ 1/3 ഭാഗം വെള്ളമാണ്, അപ്പോ ബാക്കിയുള്ള ഒരു ഭാഗമേ കരയുള്ളൂ എന്ന് ടീച്ചർമാർ പറയായിരുന്നു. പക്ഷെ എന്റെ സംശയം, വെള്ളം നിൽക്കണമെങ്കിൽ ഒരു കര വേണമല്ലോ, അപ്പൊ വെള്ളത്തിനകത്തെ കര ഇതൊരു കരയായിട്ട് കൂട്ടില്ല എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ സംശയം. കൗമാരത്തിൽ ചോദിച്ചിരുന്ന ഏറ്റവും വലിയ ചോദ്യം? കുട്ടിക്ക് വേറെ ലൈൻ ഉണ്ടോന്നാണ്. എന്നിട്ട് കുട്ടി എന്ത് പറഞ്ഞു? കുട്ടി പറഞ്ഞു, പല കുട്ടികളും പറഞ്ഞു വേറെ ലൈനില്ല, പക്ഷെ എന്നാലും താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്താണ് സിദ്ധാർത്ഥ ശിവയ്ക്ക് തോന്നിയത്? അപ്പം എനിക്ക് സന്തോഷം തോന്നി. കൂടുതൽ മേച്ചിൽപ്പുറങ്ങൾ തേടി പോകാനായിട്ട് ഒരു പ്രചോദനമായിരുന്നു. യൗവനത്തിൽ സിദ്ധു ചോദിച്ച ഏറ്റവും വലിയ ചോദ്യം? ഒരു പ്രൊഡ്യൂസറിനെ കിട്ടുമെന്നായിരുന്നു പടം പിടിക്കാൻ. എന്നിട്ട് പക്ഷെ കിട്ടി. എന്റെ സുഹൃത്ത് തന്നെയാണ് കിട്ടിയത്. എക്സാമിന് ചോദിച്ച ആ ചോദ്യത്തിന് ഞാൻ ഒരിക്കലും ഉത്തരം എഴുതിയിട്ടില്ല. പീരിയോഡിക് ടേബിളിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന്. ആരാണ്? അതുപോലത്തെ 1-2 ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇപ്പോഴും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. പയ്യുടെ വില അറിയില്ല, ടാനും കോസും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എനിക്കറിയില്ല, അവര് തമ്മിൽ അവിഹിതത്തെ പറ്റി എനിക്കറിയില്ല. പക്ഷെ രണ്ടുപേരും തീറ്റ എടുക്കുന്ന ആളുകളാണെന്ന് അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ് റൂമിൽ ടീച്ചറിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം? മിസ് മേ ഗോ ടു ബാത്റൂം. എന്നിട്ട് ടീച്ചർ പറയാൻ നോ എന്ന് പറയും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന കണ്ടിട്ട് ഞെട്ടിപ്പോയ ചോദ്യ പേപ്പർ? അത് 10ാം ക്ലാസ്സിലായിരുന്നു. കെമിസ്ട്രിയിൽ എനിക്ക് 16 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശരിക്കും 18 മാർക്ക് വേണം ജയിക്കാൻ. പക്ഷെ അന്നത്തെ ഒരു വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഒരു കനിവ് കൊണ്ട് ഈ ഗ്രൂപ്പ് ടോട്ടലിൽ കയറിപ്പോയതാണ് ഞാൻ. ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഇങ്ങനെ 10 പാസ്സാവാത്ത മലയാള സിനിമയിൽ ഒരു ഡയറക്ടർ കൂടി. അതെ. സിദ്ധാർത്ഥ ശിവ വിത്ത് മീ ഓൺ ക്ലബ് FM സ്റ്റാർ ജാം ടൺ കണക്കിന് ഫൺ.